بسم الله الرحمن الرحيم محمد نبينا بنور هدينا محمد نبينا بنور هدينا من مكة حبيبي نور سطع في المدينة محمد نبينا بنور هدينا محمد نبينا. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تتمنوا ما فضل الله به بعضكم على بعض. للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبن. واسألوا الله من فضله إن الله كان بكل شيء عليما. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ومن هو الآية الكبرى لمعتبري ومن هو النعمة العظمى لمغتنمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
وعلى أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സർവാദരണീയരായ സയ്യിദ് അവർകളെ, മറ്റു ഉസ്താദുമാരെ, സംഘടനാ നേതാക്കളെ, സഹോദരന്മാരെ, നമ്മുടെ മലപ്പുറം ജില്ല റമദാൻ പ്രഭാഷണത്തിന്റെ അവസാന ദിവസമാണിന്ന്. ഈ വേദി എന്തുകൊണ്ടും അനുഗ്രഹീതമാണെന്ന് ഒരാമുഖ ഭാഷണം കൊണ്ട് തെളിയിക്കണം എന്ന് തോന്നുന്നില്ല. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണങ്ങളിൽ ചിലത് പരിചയപ്പെട്ടുകൊണ്ടാണ് ഈ വേദി നാം തുടരുന്നത്. നുബുവത്തിന്റെ തിരുനാക്കിൽ നിന്ന് പുറത്തേക്കൊഴുകിയ ആ മഹനീയമായ വചനങ്ങൾ പറയുന്നതും കേൾക്കുന്നതും പുണ്യകരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ പറഞ്ഞുകൊടുക്കാനും കേൾക്കാനും കഴിഞ്ഞകാല പണ്ഡിതന്മാർ അവർ സ്വീകരിച്ചിരുന്ന അദബുകൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. വുളൂ ചെയ്ത് ഖിബ്ലക്ക് മുന്നിട്ടിരുന്ന് താടി ചീകി സുഗന്ധം പൂശി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലി ആരംഭിച്ച് സ്വലാത്തു കൊണ്ട് അവസാനിപ്പിക്കുന്ന സദസ്സുകൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം പറഞ്ഞതുപോലെ ഒരു വാക്കുപോലും പതിരുണ്ടാവില്ല. ഏതാനും ചില പ്രഭാഷണങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം പരിചയപ്പെട്ടത്. ആ കേട്ടതൊക്കെ ആശയ പ്രപഞ്ചങ്ങളാണ്. ഓരോ വചനങ്ങളിലും അന്തർലീനമായത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്, മനസ്സിലാക്കി തരാൻ പ്രയാസമുണ്ട്, മനസ്സിലാക്കി എടുക്കാനും പ്രയാസമുണ്ട്. എത്രയെത്ര തന്നെ വിശദീകരിച്ചാലും തീരാത്ത വലിയ ബഹ്ർ. അതുതന്നെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളും. ഇന്ന് ഈ പ്രഭാഷണ പരമ്പരയിൽ നാം കടന്നു വരുന്നത് ഹബീബിന്റെ ഒരു പ്രൗഢമായ പ്രഭാഷണത്തിലേക്കാണ്. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരിക്കൽ പറയുകയുണ്ടായി, സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചു. യൗമൻ സ്വലാത്തുൽ അസ്ർ, ഒരു ദിവസം അസ്ർ നിസ്കാരം നിർവഹിച്ചു. അസ്ർ നിസ്കാരം നിർവഹിച്ച ഉടനെ തന്നെ അസ്ർ നിസ്കാരമാണ് നിർവഹിച്ചത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, മിമ്പറിൽ കയറി നബിതങ്ങൾ നടത്തിയ പ്രഭാഷണം മുഴുവൻ ജുമുഅ ഖുതുബകളല്ല. ജുമുഅ ഖുതുബകളും ആ കൂട്ടത്തിലുണ്ട്, അല്ലാത്തവയുമുണ്ട്. അസ്ർ നിസ്കാരം കഴിഞ്ഞ് സുമ്മ ഖാമ ഖതീബ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റു നിൽക്കുകയാണ്.
പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. അവ്വൽ വഖത്തിലാണ് അസ്ർ നിസ്കരിച്ചത്. അത് കഴിഞ്ഞ് പ്രഭാഷണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാഷണം നടത്താൻ തുടങ്ങി. ഫലം യദഅ ശൈഅൻ യകൂനു ഇലാ ഖിയാമിസ് സാഅതി ഇല്ലാ അഖ്ബറനാ ബിഹി ഹഫിളഹു മൻ ഹഫിളഹു വനസിയഹു മൻ നസിയ. അന്നത്തെ ആ പ്രഭാഷണം പ്രൗഢമാണ്. ആ ഒരൊറ്റ പ്രഭാഷണത്തിൽ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളെ കുറിച്ചും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ആ പ്രഭാഷണത്തിന്റെ സമഗ്രത? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സമഗ്രമായ ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഫലം യദഅ ശൈഅ, നബി തങ്ങള് ഒരു സംഗതിയും വിട്ടുകളഞ്ഞിട്ടില്ല. യകൂനു ഇലാ ഖിയാമിസ് സാഅ, അന്ത്യനാൾ വരെ ഈ ഭൂലോകത്ത് സംഭവിക്കാൻ പോകുന്ന എല്ലാ സംഗതികളും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ഞങ്ങളോട് ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ഒന്നും നബി തങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ല. ഇല്ലാ അഖ്ബറനാ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് ഞങ്ങളോട് പ്രവചിച്ചിട്ടല്ലാതെ. ലോകത്ത് വരാൻ പോകുന്ന സർവ്വകാര്യങ്ങളെ കുറിച്ചും. എന്നിട്ട് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു സത്യം, അന്നത്തെ ആ പ്രഭാഷണത്തിൽ ഹബീബ് പറഞ്ഞ കാര്യങ്ങൾ അധികവും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞങ്ങൾ കണ്ടനുഭവിച്ചതാണ്. ഞങ്ങൾക്ക് പേടിയാകുന്നു ഖിയാമത്ത് നാളായോ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാം. ഈ ഹദീസ് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് മുഴുവൻ ഇങ്ങ് പറഞ്ഞിട്ട് ഫബക അബൂ സഈദ് റളിയല്ലാഹു അൻഹു, അബൂ സഈദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. വഖാൽ ഖദ് വല്ലാഹി റഅയ്നാ അഷ്യാ, തീർച്ചയായിട്ടും ഖദ് റഅയ്നാ വല്ലാഹി ഖദ് റഅയ്നാ അഷ്യാ, പലതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് അന്ന് പ്രവചിച്ച പ്രവചനങ്ങളിൽ പലതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഫഹിബ്ന, ആ സമയത്ത് ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു. ഖിയാമം അടുത്തോ 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 എന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കും, പുലർന്നുകൊണ്ടിരിക്കും. പുലർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അധികപ്പറ്റാവില്ല. അത്തരം പ്രവചനങ്ങളുടെ പുലർച്ചകളുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണമല്ല ഇവിടെ നടത്തുന്നത്. കാരണം അതിനൊരുപാട് സമയമെടുക്കും. കാരണം ഓരോന്നിനും ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക ലോകത്ത് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോ അബൂ സഈദ് റളിയല്ലാഹു അൻഹു അതിൽ ചില ഭാഗങ്ങൾ മാത്രം പ്രത്യേകമായി എടുത്തു പരാമർശിച്ചു. ആ ഭാഗം മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാ, വകാന ഫീമാ ഖാൽ, വകാന ഫീമാ ഖാൽ, അന്നത്തെ ആ നീണ്ട പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾക്കൊള്ളിച്ച വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, നബി തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ത്? ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ وإن الله مستخلفكم فيها فناظر كيف تعملون ألا فاتقوا الدنيا واتقوا النساء. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായി പറഞ്ഞ സംഗതിയാണിത്. ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ, തീർച്ചയായും ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത്, ദുനിയാവ് എന്ന് പറയുന്നത്, ഇഹലോകം, ഹുൽവത്തുൻ ഖദിറ, അത് മധുരമേറിയ ലോകമാണ്. ഖദിറത്തുൻ, ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന പച്ച പിടിച്ച ലോകമാണ്, ആകർഷകമുള്ള ലോകമാണ് ദുനിയാവ്. ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ, ദുനിയാവ് ആരെയും മോഹിപ്പിക്കും. ഇഹലോകം ആരെയും വഞ്ചിച്ച് തന്റെ പാട്ടിലാക്കും.
അതിന് കഴിവുള്ള, അതിനു പറ്റിയ രൂപത്തിൽ പ്രൗഢമായി അലങ്കരിച്ചൊരുങ്ങി നിൽക്കുകയാണ് ദുനിയാവ്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലെ വിവിധ ആയത്തുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്, ദുനിയാവിന്റെ ഉദാഹരണം അല്ലാഹു വരഞ്ഞു കാണിക്കുന്നുണ്ട്. ഇന്നലെ വരെ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമി പെട്ടെന്നാണ് മഴ പെയ്യുന്നത്. മഴ പെയ്യുന്നതോടുകൂടെ ആ ഭൂമിയിൽ പച്ചപ്പുകൾ തലപൊക്കി. ആ പച്ചപ്പുകൾ തലപൊക്കി എവിടെയും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യം. ഇതിങ്ങനെ കാണുമ്പോൾ ആ തോട്ടത്തിന്റെ ഉടമകൾ, ആ ഭൂമിയുടെ ഉടമകൾ, ആ പൂന്തോപ്പുകളുടെയൊക്കെ ഉടമകൾ അവരഹങ്കരിക്കാൻ തുടങ്ങുന്നു. എല്ലാം പച്ച പിടിച്ചു നിൽക്കുമ്പം ദുനിയാവിൽ അവന്റെ തോട്ടവും അവന്റെ കച്ചവടവും അവന്റെ ഭാര്യയും മക്കളും എല്ലാം ഇങ്ങനെ പച്ച പിടിച്ചു നിൽക്കുന്ന രംഗം. അന്നവൻ അഹങ്കാരം കൂടും. അവൻ വിചാരിക്കും എല്ലാം എനിക്ക് സാധിക്കും, ഇനി എനിക്ക് സാധിക്കാത്ത ഒരു കേസുമില്ല, ഇനി ഞാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല എന്നവന് തോന്നിപ്പോകും. അപ്പോഴാണ് പെട്ടെന്നൊരു ദുരന്തം ഭൂമിയിലേക്ക് വരുന്നത്. അതോടുകൂടെ അത് മുഴുവനും അങ്ങോട്ട് നശിച്ചുപോയി, ഉണങ്ങിപ്പോയി. ദുനിയാവിന്റെ ആ പ്രൗഢി മുഴുവനും അങ്ങോട്ട് മങ്ങിപ്പോയാൽ എന്താണ് അതുകൊണ്ടുണ്ടായി തീരുക? അതേ അവസ്ഥയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് കൽപ്പിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വില കൽപ്പിക്കേണ്ടത് അങ്ങനെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഓരോ വർഷക്കാലത്തും ഉടുത്തൊരുങ്ങി നിൽക്കുന്ന ഈ ഭൂമിയിലെ പച്ചപ്പുകള് അടുത്ത വേനൽക്കാലം വരുമ്പോൾ അത് ഉണങ്ങി കച്ചിത്തുരുമ്പുകളായി നിൽക്കും. വീണ്ടും അത് വരുന്നു, വീണ്ടും അത് പോകുന്നു. മനുഷ്യന് വലിയ പാഠമാണ്. പുനരുത്ഥാനത്തിലേക്ക് പാഠമുണ്ട്, മരണത്തിലേക്ക് പാഠമുണ്ട്. മനുഷ്യ നൈമിഷികമായ പച്ചപ്പുകളിൽ വഞ്ചിതരാകരുത് എന്നതിനതിൽ പാഠമുണ്ട്. ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് പല ഭാഗത്തും ഈ കാര്യങ്ങൾ പറഞ്ഞ് അല്ലാഹു പറയുന്നു, ദുനിയാവ്, ആ ദുനിയാവിലെ അപ്പക്കഷ്ണങ്ങൾ സൂറത്തു ആലു ഇംറാനിന്റെ 14-ാം വചനത്തിൽ അല്ലാഹു തആല ദുനിയാവിലെ അപ്പക്കഷ്ണങ്ങള്, മനുഷ്യരെ മായാവലയത്തിൽ ഒതുക്കുന്ന അപ്പക്കഷ്ണങ്ങൾ എന്തൊക്കെയുണ്ട് ദുനിയാവിൽ എന്ന് കൃത്യമായിട്ട് നമ്പറിട്ട് പറയുന്നുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത്ത് മിനൻ നിസാഇ വൽ ബനീൻ والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു പറയുന്നത് കാണാം. കൃത്യമായിട്ട് നമ്പർ ഇട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്ന മിനൻ നിസാ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആം വൽ ഹർസ്. ആറപ്പ കഷ്ണങ്ങളാണ് ഈ ദുനിയാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചിട്ടുള്ളത്. ഇതിൽ വഞ്ചിതരായി പോകരുത്. ആറപ്പ കഷ്ണങ്ങളായി ദുനിയാവിലുള്ളത്: ഒന്ന് പെണ്ണ്, 2 മക്കള്, 3 നല്ല സാമ്പത്തിക അടിത്തറ, 4 മേത്തരം വാഹനങ്ങള്, 5 നാൽക്കാലികള്, 6 കൃഷിയിടങ്ങള്. ഇതിലൊന്നും വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഇതിലൊന്നും വഞ്ചിക്കപ്പെടാൻ പാടില്ല. ദുനിയാവിനെ കരുതിയിരിക്കണമെന്ന സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രഭാഷണം അത് മുഴുവനും പറഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞു പോകാൻ മാത്രമുള്ള സാവകാശം നമുക്ക് ലഭിക്കുകയില്ല. എന്തൊക്കെയാണ് ഈ ദുനിയാവിലെ അപ്പക്കഷ്ണങ്ങൾ? ഓരോന്ന് വിശദീകരിക്കുന്നില്ല. ഏതൊക്കെയാണത്? മിനൻ നിസാ, ഒന്ന് പെണ്ണ്. ഭാര്യമാർ. അപ്പൊ ഭാര്യമാരെ സ്നേഹിക്കാൻ പാടില്ലേ? പാടില്ല എന്നൊരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഭാര്യയെ ആവോളം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പക്ഷേ അതേ ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഭാര്യയെ സ്നേഹിച്ചൂടരുത് എന്ന്. അവിടെ വിഷയം.
അതുകൊണ്ടാണ് അല്ലാഹു സയ്യന അല്ലാഹു എന്ന് പറയാതെ സയ്യന ശൈത്വാനു എന്ന് പറയാതെ സൂറത്ത് ആലു ഇംറാനിൽ തന്നെ കുറച്ചങ്ങ് മുന്നോട്ട് പോയാൽ അല്ലാഹു ഭംഗിയാക്കി എന്ന ശൈലിയുമുണ്ട്, പിശാച്ച് ഭംഗിയാക്കി എന്ന ശൈലിയുമുണ്ട്. രണ്ടും അല്ലാഹു പറയുന്നുണ്ട്. ആ രണ്ട് ശൈലിയിൽ നിന്നും മാറി അല്ലാഹു തആല 14-ാം വചനത്തിൽ സംസാരിച്ചത് എന്താ? സുയ്യിന ലിന്നാസ്, മനുഷ്യ സഹജമാക്കപ്പെട്ടിരിക്കുന്നു. ആ മനുഷ്യ സഹജമാക്കി കൊടുക്കുന്നിടത്ത് അള്ളാഹുവിന് പങ്കുള്ളതുമുണ്ട്, പിശാച്ചിന് പങ്കുള്ളതുമുണ്ട്. അള്ളാഹുവിന് പങ്കുള്ളത് മംദൂഹാണ്, സ്തുത്യർഹമാണ്. അതേ സമയത്തോ പിശാച്ചിന് പങ്കുള്ളത് അത് മദ്മൂമാണ്, ആക്ഷേപാർഹമാണ്. അപ്പോൾ ഈ പറഞ്ഞ 6 അപ്പക്കഷ്ണങ്ങളോടുമുള്ള സ്നേഹം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ബൗണ്ടറിക്ക് അകത്ത് നിന്ന് പുറത്തു പോകരുത്. അപ്പൊ അതിന്റെ പേര് സ്നേഹമല്ല, അത് ഭ്രമമാകും. സ്നേഹം അനുവദിക്കപ്പെട്ടു, പക്ഷേ ഭ്രമം നിരോധിക്കപ്പെട്ടു. ഇതാണ് നമ്മൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി. പെണ്ണിനെ സ്നേഹിക്കാമോ? സ്നേഹിക്കാം, പക്ഷേ സ്നേഹിച്ചൂടരുത്. നമ്മൾ സാധാരണ പറയാറുള്ളത്, മലയാളത്തിൽ പറയാറുണ്ട്, തിന്നൂടരുത് എന്ന് പറയാറുണ്ടല്ലോ. വേഗം തിരിയത് എന്താണ്? ഓവറാകരുത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഗതിയാണ്. അപ്പൊ എന്താ, ഭാര്യയെ കൂടുതലായി സ്നേഹിച്ചാലുള്ള കുഴപ്പം? ഭാര്യയോട് സ്നേഹമില്ലെങ്കിൽ പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. ഇന്നലെ സീഡികൾ വാങ്ങിയവരുണ്ടാകും, നല്ല ഭാര്യ നല്ല ഭർത്താവും. അതിൽ കൂടുതൽ അത് പറഞ്ഞിട്ടുണ്ട്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ എന്ന് പറഞ്ഞത് സത്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന ഉണ്ടാകേണ്ട മാനസിക പൊരുത്തത്തിന്റെ അവസാനത്തെ വാക്കാണത്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. വസ്ത്രവും ധാരിയും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. അതേ രൂപത്തിലാണ് കിലോമീറ്ററുകളുടെ അകലമുണ്ടെങ്കിലും ഭാര്യയും ഭർത്താവും മെയ്യ് രണ്ടാണെങ്കിലും മനസ്സൊന്നായി കിടക്കണം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സാഹിത്യകാരന്റെ ഭാഷയിൽ പലപ്പോഴും ഒന്നും രണ്ടല്ല, ഇമ്മിണി വലിയ ഒന്നാണ് എന്ന് അദ്ദേഹം സമർത്ഥിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും മനസ്സിനനുസരിച്ചാണ് ആൻസർ വരിക. അതാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. വിശന്ന് പൊരിയുന്ന വയറ് ഇത് വലിയൊരു പ്രശ്നമാക്കി മൂലയിൽ ചടഞ്ഞിരിക്കുന്ന ഒരാളോട് ഒന്നും എത്രയെന്ന് ചോദിച്ചാൽ 2 പൊറാട്ട എന്നായിരിക്കും മറുപടി, അല്ലെങ്കിൽ 2 പത്തിരി എന്നായിരിക്കും. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതാണ്. അവിടെ നമുക്ക് ആലോചിക്കാനുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഉദാഹരണം എടുത്തിട്ടത്. നേരെ മറിച്ചോ മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഞങ്ങളെപ്പോലെയുള്ള സാഹിത്യകാരന്മാരോട് ചോദിക്കുമ്പോൾ ഞങ്ങളെ മനസ്സിലെപ്പോഴും കാടും മലയും പുഴയും ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഓലെപ്പോഴും പ്രകൃതി സൗന്ദര്യത്തിൽ ഇങ്ങനെ തളച്ചിടപ്പെട്ട ഒരു കൗമായിരിക്കും. അപ്പോ ഞങ്ങളോട് ഒന്നും എത്രയെന്ന് ചോദിച്ചാൽ 2 തോടുകൾ പരസ്പരം ഒന്നായി ചേരുമ്പോൾ 2 തോടല്ല, ഇമ്മിണി വലിയ തോടാണ്. ഇതാണ് ഇമ്മിണി വലിയ ഒന്ന് എന്ന് പറഞ്ഞിട്ടൊരു ആശയമുണ്ട് ഇദ്ദേഹത്തിന്. അതിന്റെ ആശയം അതാണ്. എന്നതുപോലെ ഭാര്യ ഭർത്താക്കളുടെ കാര്യത്തില് ഇരുമെയ്യാണെങ്കിലും ഒരു ഖൽബ് എന്ന തത്വത്തിലേക്ക്, അല്ലെ, 2 പേര് ഒരുമിച്ച് ജീവിച്ച് 2 പേരും കൂടെ ഒന്നായി ചേർന്ന് വലിയ ഒരു കടലാകുന്ന വലിയൊരു സംഭവമാണ് ഭാര്യ ഭർത്തൃ ജീവിതം. ഞാനതിലേക്ക് കടക്കുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാര് നന്നായി സ്നേഹിക്കണം, വേണ്ടാന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യമാരെ സ്നേഹിക്കാൻ, മാ അക്റമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. സദഖ റസൂലുള്ളാഹി. മാന്യന്മാർക്ക് ഭാര്യയെ സ്നേഹിക്കാൻ കഴിയൂ, നികൃഷ്ടർക്ക് ഭാര്യന്മാരെ അവഗണിക്കാൻ പറ്റൂ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഹബീബിന്റെ ഹദീസു ഷരീഫുകളിൽ നമുക്ക് കാണാൻ പറ്റും. സ്നേഹിക്കാം, സ്നേഹിച്ചൂടരുത്. എന്താ അതിന് കുഴപ്പം? സ്നേഹം ഓവറായാൽ ഒരു കുഴപ്പമുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും കാണുന്ന നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും വലിയ ആദർശവാദികൾ ഉണ്ടാവും. ഈ ആദർശവാദികൾ പലപ്പോഴും ഭാര്യയെ സ്നേഹിച്ചു പോയതിന്റെ പേരിൽ, അമിതമായി ഭാര്യയെ സ്നേഹിച്ചു പോയതിന്റെ പേരിൽ ആദർശം തന്നെ പണയം വെക്കുന്നവരുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു സജീവ പ്രവർത്തകൻ ഒരു ബിദ്അത്തുകാരനെ കല്യാണം ആലോചിക്കുന്ന ഉടനെ ഇടപെട്ടത് തടയുന്നു. അവൻ ചോദിച്ചു, ഉസ്താദേ, ഞാനൊക്കെ ഉണ്ടോ മാറുന്നു? അവളെയും കുടുംബത്തെയും മുഴുവൻ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരും, ഞാൻ അങ്ങോട്ട് മാറുന്ന ഒരു ചുറ്റുപാടുണ്ടാവില്ല, എന്നെ പറ്റി നിങ്ങൾക്ക് അറിയൂലേ? വിലക്കി നോക്കി, പക്ഷേ അയാൾ അത് നടത്തി. 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് അയാൾ സുന്നത്തി ജമാഅത്തിലുള്ള മുഴുവൻ ആവേശവും തളർന്നു. പതുക്കെ ഒരു അയഞ്ഞ സുന്നിയായി മാറി.
ഇപ്പൊ എന്താ സാധനം തന്നെ അറിയൂല. ഒരു പക്ഷേ ഞാൻ പ്രസംഗിക്കുമ്പോഴും എൻ്റെ പ്രഭാഷണം അയാൾ കേൾക്കുന്നുണ്ടാകും. പേരും നാടും പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ആ മനുഷ്യനോട് ഒരിക്കൽ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്? മറുപടി എന്താണെന്നറിയോ നിങ്ങൾ? അമ്മോശനും അളിയന്മാരും ഒക്കെ അങ്ങനെ സജീവമായി മറുപക്ഷത്ത് പ്രവർത്തിക്കുമ്പോൾ, ബിദഅത്തിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്കിനി പഴയതുപോലെ സജീവമാകാൻ ചില തടസ്സങ്ങളുണ്ട്. കണ്ടോ, കെട്ടിയോള് എണ്ണിമ പൊന്നായതാ, ഇതാ വിഷയം. അവളെ പിണക്കിക്കൂടാ, ഇതാണ് സ്നേഹിച്ചോ സ്നേഹിച്ചൂടരുതെന്ന് പറഞ്ഞത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഒരു തലനാരെങ്ങാനും പുറത്ത് കണ്ടാല് ശോഭിച്ചിരുന്ന ഇയാളൊന്ന് കെട്ടിയിട്ട് തീരെ തലയിൽ തട്ടടാതെ കൊണ്ടു നടക്കുന്നത്. ഇതെന്ത്? ഒന്നുമല്ല, പറയാനുള്ള വോയിസ് ഇല്ല. കണ്ടോ നിങ്ങൾ, സ്നേഹം കൂടിപ്പോയാലുള്ള കുഴപ്പം, പറയാനുള്ള വോയിസ് ഇല്ല. അത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭാര്യ പിണങ്ങോ എന്ന പേടിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുന്നു, നബിയേ, എന്റെ ഭാര്യ ലാ തറുദ്ദു യദലാമിസ്, അവളെ ആര് സമീപിച്ചാലും ഒന്ന് തൊടാൻ ആഗ്രഹിച്ചാൽ അവൾക്ക് അതിന് തടസ്സമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും റെഡി ആയിക്കൊണ്ടാണ് എൻ്റെ ഭാര്യയുള്ളത്. നബി എന്നെ വല്ലാതെ വഞ്ചിക്കുന്നു, ഇതൊരു രോഗാണ്. നബി പറഞ്ഞു, ഫത്വല്ലിഖ്ഹാ, എന്തിനാണ് ഇത്തരം ഏടാകൂടങ്ങളെ അങ്ങ് തൊലാക്കിയില്ലിക്കാളാണ്? കാരണം അത്രയും മോശപ്പെട്ട വിശ്വാസവഞ്ചന, ജീവിതത്തില് ഭർത്താവിനെ വഞ്ചിക്കുന്ന, ഭാര്യയെ വഞ്ചിക്കുന്ന പരസ്പര ദമ്പതികള് ഉണ്ടാവാൻ പാടില്ല. നബി തങ്ങൾ പറഞ്ഞു, തൊലാക്കിയല്ലേ? അപ്പൊ ഇദ്ദേഹം പറയുന്നു, ബൽ ഇന്നി ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ ആണെങ്കിലും നബിയെ, അവൾ എന്റെ എല്ലാം എല്ലാം എല്ലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഫഅംസിക്ഹാ, എന്നാൽ അങ്ങ് ഏറ്റി നടന്നോ സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണെങ്കിൽ നീ അങ്ങോട്ട് ഏറ്റിക്കോ. എന്താ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ താല്പര്യം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കണം. സ്നേഹം മൂത്തുപോയാൽ പലപ്പോഴും ഇസ്ലാമികമായ ശൈലികളിൽ നമുക്ക് അയവ് വരും. എല്ലാ സംഗതികളും അങ്ങനെയാണ്. ഭാര്യയുടെ കാര്യം മാത്രമല്ല, ഭർത്താവിന്റെ കാര്യമാണെങ്കിലും മക്കളുടെ കാര്യമാണെങ്കിലും എല്ലാം അങ്ങനെയാണ്. മിനൻ നിസാഇ വൽ ബനീൻ, മക്കളുടെ കാര്യം, മക്കളോടുള്ള സ്നേഹം ഓവറായി പോയതിന്റെ പേരിൽ, ഭ്രമമായി പോയതിന്റെ പേരിൽ, നേരത്തെ പറഞ്ഞതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉണ്ടായിരുന്ന നേരത്തെയുള്ള ആവേശം തണുത്തുറഞ്ഞവർ പലരുമുണ്ട്. അല്ലെ, മോനെ അങ്ങനെ സജീവാകുമ്പോ എനിക്ക് പഴയതുപോലെ ഇറങ്ങാൻ പറ്റൂല എന്ന് പറയുന്നവർ ഉണ്ട്. ഇതൊരു സത്യമാണ്. മോന്റെ ഗൃഹപ്രവേശം വരുന്നു, അവിടെ മൗലിദ് ഓതണമെന്ന് വാശി പിടിച്ചിരുന്ന പഴയ ഉപ്പ മോൻ ബിദഅത്തുകാരനായി അവന്റെ കുടിയിലേക്ക് താമസം മാറ്റുമ്പോ ഒരു യാസീനോദി ദ്വാരന്നങ്ങ് മതിയാക്ക ഉസ്താദേ, അവന് തൃപ്തി. അങ്ങനെയാ. ഇതൊക്കെയാണ് കുഴപ്പം. മക്കളെ സ്നേഹിച്ചോ, പക്ഷേ സ്നേഹിച്ചൂടരുത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളോടുള്ള ശഫഖത്ത് പലപ്പോഴും മനുഷ്യനെ കുഫറിലേക്ക് നയിക്കും, ബിദ്അത്തിലേക്ക് നയിക്കും, അവന്റെ ആദർശം പോലും പണയപ്പെടുത്തും. അതിന് തെളിവാണ് എല്ലാ ആഴ്ചയിലും നമ്മളോട് അൽ കഹ്ഫ് ഓതാൻ അല്ലാഹു പറഞ്ഞു. ഈ പാഠങ്ങളൊക്കെ നമുക്ക് നൽകാനാണ് അൽ കഹ്ഫ് ഓതാൻ പറഞ്ഞത്. കണ്ടില്ലേ നിങ്ങൾ? ഖിദ്ർ നബി അലൈഹിസ്സലാം പിടിച്ചു കൊന്നുകളഞ്ഞ ആ കുട്ടിയുടെ വിഷയം പിന്നെന്താ പറഞ്ഞത്? അവന്റെ വാപ്പമാരെ കുറിച്ച്, അവന്റെ ഉമ്മയെ കുറിച്ചും വാപ്പയെ കുറിച്ചും ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹി സ്വലാം മൂസ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഫകാന അബവാഹു മുഅ്മിനൈൻ, നല്ലൊരു ഉമ്മിയും പിന്നെന്താ പ്രശ്നം? ഫഖശീനാ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റ, ഈ കുട്ടി വടക്കാണ്, അത് ഇവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവൻ വളർന്ന് വലുതായാൽ ഇത്ര നല്ലപ്പാക്കുമ്മാക്കുണ്ടായ ഇക്കുട്ടി എല്ലാ അർത്ഥത്തിലും ഒരു തികഞ്ഞ നിരീശ്വരവാദിയാവും. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പല എഴുത്തുകാരെയും, മുസ്ലിമായ ഉമ്മക്കും ഉപ്പക്കും പറഞ്ഞ എഴുത്തുകാർക്ക് ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്നത് ഒരു വല്ലാത്ത ഹോബിയാണ്. ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്നത് ഒരു ഹോബിയാണ് അവർക്ക്. ഇങ്ങനെയുള്ള പല എഴുത്തുകാരെയും നമ്മൾ കാണാറുണ്ട്, മുസ്ലിമായ ഉമ്മക്കും ഉപ്പക്കും പറഞ്ഞവരാ. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ മുസ്ലിമായ വാപ്പക്കും ഉമ്മക്കും പിറന്ന ഈ മോന് ഭാവിയിൽ ഒരു നിരീശ്വരവാദിയായി, യുക്തിവാദിയായി പരിണമിക്കേണ്ടവനാണ്. ആ സമയത്ത് ഇവന്റെ മണിപ്പഴിസിൽ നിന്ന് വീട്ടിലെ ചെലവ് നടക്കുമ്പോ ഇവന്റെ വാപ്പക്കും ഉമ്മക്കും പഴയകാല തഖ്വ നഷ്ടപ്പെടും.
ഇവൻ പറയുന്നതിന് കുറച്ചൊക്കെ ഒതുങ്ങേണ്ട ചുറ്റുപാട് വരും, ഇവനെ മുളയിലേ നുള്ളുന്നു. ഇതാണ് ഖിദർ നബി അലൈഹിസ്സലാം ന്യായം പറഞ്ഞത്. ഈ സംഗതി എഴുതിക്കൊണ്ട് ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറയുന്നു, മക്കളോടുള്ള ശഫഖത്ത് മനുഷ്യനെ അപകടപ്പെടുത്തുന്നു. മിനൻ നിസാഇ വൽ ബനീൻ, മക്കളെ സ്നേഹിക്കണം, നന്നായി സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ സ്നേഹിക്കാൻ റസൂലുള്ള പഠിപ്പിച്ച പാഠങ്ങൾ വേറെ പറയേണ്ടതാണ്, ധാരാളം ഉണ്ട്. പക്ഷെ സ്നേഹിച്ചൂടരുത്. സമ്പത്തിനെ സ്നേഹിക്കാം, എത്ര ഉണ്ടാക്കാം, അതിന് ഒരു പരിധിയുമില്ല. ഗവൺമെന്റ് ഒരു പരിധി ഉണ്ടാവും, നിങ്ങൾ ഇത്രയും ഉണ്ടാക്കാവൂ. പക്ഷെ അള്ളാഹുവിന് പരിധികളില്ല, ഹലാലായ മാർഗത്തിൽ എത്രയും ഉണ്ടാക്കാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എത്ര വലിയ മുതലാളിയായിരുന്നു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എത്ര വലിയ മുതലാളിയായിരുന്നു. എതിർപ്പുകളില്ല, ഉണ്ടാക്കുന്നതിന് വിരോധമില്ല. ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. പക്ഷേ അതിൽ 5 കാശ് പോലും തീരുവടക്കേണ്ടത് അടച്ചു തീർക്കാതിരിക്കാൻ പറ്റില്ല. 5 കാശ് പോലും ഹലാലല്ലാത്ത രൂപത്തിൽ സമ്പാദിക്കാൻ പാടില്ല. അവിടെയാ കുഴപ്പം. സമ്പത്തിനെ സ്നേഹിക്കാം. സ്വന്തം സമ്പത്തിന്റെ സംരക്ഷണാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവൻ ഷഹീദാണെന്ന് പ്രഖ്യാപിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. സമ്പത്തിനെ സ്നേഹിക്കാം, പക്ഷെ ഓവറായി പോകരുത്. അപ്പൊ എന്താ ഉണ്ടാകുക? സമ്പത്തിനെ സ്നേഹിച്ചാൽ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി സമ്പത്താവാം, സമ്പത്തിനു വേണ്ടി ജീവിക്കരുത്. ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഒറ്റ നിയ്യത്തേവനുണ്ടാവുള്ളൂ, ഉണ്ടാക്കണം എന്ന ഒരൊറ്റ നിയ്യത്ത്, ഉണ്ടാക്കണം എന്ന ഒരൊറ്റ നിയ്യത്ത്. എങ്ങനെ ഉണ്ടാക്കണമെന്ന മാനദണ്ഡം അവനുണ്ടാവില്ല. ഇതാണ് ഇതിന്റെ അപകടം. സമ്പത്തിനെ അമിതമായി സ്നേഹിച്ചാലുള്ള കുഴപ്പം അതാണ്. കുറെ ഉണ്ടാക്കണമെന്ന നിയ്യത്തുണ്ടാകും, എങ്ങനെ ഉണ്ടാക്കണമെന്ന മാനദണ്ഡവും തിരിച്ചറിവും അവന് നഷ്ടപ്പെടും. ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ വളരെ മോശപ്പെട്ടവനായി മാറും. ദാരിദ്ര്യത്തെ അലച്ചയെ നിങ്ങൾ പേടിക്കണം, ആർത്തിയെ നിങ്ങൾ പേടിക്കണം, ആക്ര കാണിക്കുന്നതിനെ കരുതണം, ആ സ്വഭാവം കരുതണം. അത് ദാരിദ്ര്യമാണ്. ശഫീഉനാ റസൂലുള്ളാഹി ഇത് ഞാൻ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ? ആഖറ ദാരിദ്ര്യമാണ്. നമ്മുടെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ ആഖറ, പിടുത്തം വിട്ട അത്യാഗ്രഹം സമ്പത്തിനോട്, ഇത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യത്തിലേക്ക് നയിച്ച കഥകൾ ഏറെയുണ്ട്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലെ 6 വിഷയങ്ങളും അങ്ങനെയാണ്. സമ്പത്ത് ഇത്രയുണ്ടാവാം, പക്ഷേ സമ്പത്തിനെ അമിതമായി സ്നേഹിക്കരുതെന്ന് മാത്രം. അവൻ ഒരൊറ്റ നിയ്യത്തെ ഉണ്ടാകൂ. 10 റുപ്യ ഉണ്ടാക്കാനുള്ള മാർഗം എന്താ? അതിനൊരാളെ കൊന്നിട്ടാണെങ്കിൽ കൊന്നിട്ട്, ഒരാളുടെ ജീവിതം അത് നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിൽ അങ്ങനെ, ഒരാളുടെ ബന്ധത്തിൽ കയറി ആ ബന്ധത്തിൽ ഉടക്ക് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, എന്തിനും അവൻ തയ്യാറായിരിക്കും. പിന്നീട് സാമ്പത്തികാസ്തിയെ പറ്റി പറഞ്ഞു. പിന്നീട് നല്ല വാഹനം ആയിക്കൂടെ? അള്ളാഹുവിന്റെ ഹബീബ് ഏറ്റവും നല്ല വാഹനം ഉപയോഗിച്ചിട്ടുണ്ട്. അമ്പിയാക്കളിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം ആവശ്യത്തിനനുസരിച്ചാണ് നല്ല വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടത്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉപയോഗിച്ചിട്ടുണ്ട്. തടസ്സമില്ല, അതിനൊന്നും ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല. അതൊക്കെ ആവാം, പക്ഷേ അതിനും വേണ്ടി ജീവിക്കരുത്, അനാവശ്യമാകരുതെന്ന് മാത്രം. ആവശ്യമുള്ളവന് ആവശ്യത്തിനനുസരിച്ചാവാം. അത് ഒരു ഉഴപ്പൻ വണ്ടിയാണോ? അല്ല. വൽ ഖൈലിൽ മുസവ്വമ സുയ്യിന ലിന്നാസ് എന്ന് പറഞ്ഞ നല്ലതും ചീത്തയും ഉണ്ടെന്ന് ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച ആ ഗണത്തിലാണ് എണ്ണുന്നത്. വൽ ഖൈലിൽ മുസവ്വമ, മേത്തരം വാഹനങ്ങൾ എന്നാ എണ്ണിയത്. ഒരു ഉഴപ്പൻ വണ്ടിയല്ല, നല്ല വാഹനം തന്നെ ആവാം. പക്ഷെ അതിൽ തന്നെ ഏതുണ്ട്? വാഹനത്തോടുള്ള ഭ്രമം ഉണ്ടാവരുത്. വാഹനത്തോടുള്ള ഭ്രമം എന്ന് പറഞ്ഞാൽ മോഡൽ ഭ്രാന്ത്, നമ്പർ ഭ്രാന്ത്, ഇങ്ങനെ കുറേ സോക്കേടുകളുണ്ട്. ഇതൊക്കെ ഭ്രമാണ്. അത് ആവശ്യത്തിനപ്പുറത്താണ്. ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇനി നാൽക്കാലി മൃഗങ്ങളോടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പോറ്റുമൃഗങ്ങളോട് നന്നായി സ്നേഹം വേണം, ഭ്രമായി പോകരുത്. ആ ഭ്രമത്തിന് ഉദാഹരണമാണ് ഈ കാളപ്പൂട്ട് കമ്പക്കാർ കാളകളെ പോറ്റുന്നത്. ഒരു കാര്യമില്ലാതെ ലക്ഷങ്ങൾ ചെലവാക്കി, കോടികൾ ചെലവാക്കിയിട്ട് തിന്നാൻ കൊടുത്തും തൊഴുത്ത് കെട്ടിയും കാളകളെ പോറ്റുന്ന കാളപ്പൂട്ട് ഭ്രാന്തന്മാർ, അങ്ങനെ പലതും കാണാൻ കഴിയും. വൽ ഹറസ്, കൃഷിയുടെ രംഗത്തും അങ്ങനെ തന്നെ. ഹലാലായ കൃഷിയാവാം, ഹറാമായ കൃഷിയിലേക്ക് എടുത്തു ചാടുന്ന രൂപത്തിൽ കൃഷിയെ ഭ്രമിച്ചുകൂടാ, സ്നേഹിക്കാം. കൃഷി വളരെ ഉദാത്തമായ ജോലിയുമാണ്. അപ്പൊ ഈ പറഞ്ഞ 6 വിഷയങ്ങളും തെറ്റുള്ളതല്ല.
ആവാം, പക്ഷേ അത് മാത്രമാവരുത്. ഇവിടെയാ വിഷയം. ഇന്നദ്ദുന്യാ ഹുൽവത്തുൻ ഖദിറത്തുൻ വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ. ഈ അപ്പക്കഷ്ണങ്ങൾ യഥേഷ്ടം കുത്തി നിറച്ച ഭൂമിയിലേക്ക് അല്ലാഹു നിങ്ങളെ പ്രതിനിധികളായിട്ട് അയക്കും. ഫനാളിറുൻ കൈഫ തഅമലൂൻ. എന്നിട്ട് അല്ലാഹു ഇങ്ങനെ നോക്കിക്കാണാൻ, എന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യൻ എന്തൊക്കെയാ ഇവിടെ പ്രവർത്തിച്ചു കൂട്ടുന്നത്? ഇവൻ ദുനിയാവിന് വേണ്ടി ജീവിക്കുകയാണോ ആഖിറത്തിന് വേണ്ടി ജീവിക്കുകയാണോ? അവിടെയാണ് നബി പറയുന്നത്, അലാ കരുതണം, ഫത്തഖുദ്ദുന്യാ, വെറും ദുനിയാവിന്റെ ആളുകളായി പോകണ്ട കേട്ടോ. വത്തഖുന്നിസാ, പെണ്ണുങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി പെണ്ണുങ്ങളെയും സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പെണ്ണുങ്ങളെയും സൂക്ഷിക്കണം കേട്ടോ. കാരണം അവർ ഇച്ഛാശക്തിയുള്ള പുരുഷന്റെ ഇച്ഛാശക്തി തകർക്കും, പലപ്പോഴും അവനെ അപകടത്തിൽ വീഴ്ത്തും. പെണ്ണിനെ കരുതണം. അതാണ് ശഫീഉനാ റസൂലുള്ളാഹി പറയുന്നത്. വകാന ഫീമാ ഖാൽ, ആ പ്രഭാഷണം തന്നെ തുടരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നടത്തിയ നീണ്ട പ്രഭാഷണത്തിന്റെ ഭാഗമായിരുന്നു അലാ ലാ യംനഅന്ന റജുലുൻ ഹൈബത്തുൻ അലാ ലാ യംനഅന്ന റജുലൻ ഹൈബത്തുൻ നാസി അൻ യഖൂല ബിഹഖ്ഖിൻ ഇദാ അലിമാ. മനസ്സിലാക്കിയ സത്യം പൊതുജനത്തെ പേടിച്ച് പറയാൻ പേടിയുണ്ടാകരുത്. സയ്യിദുനാ റസൂലുള്ളാഹി, നിങ്ങൾ മനസ്സിലാക്കിയ ഒരു സത്യം പൊതുജനം വിഴുങ്ങിക്കളയോ എന്ന് കരുതിയിട്ട് പറയാൻ പറ്റാത്ത ഒരു കാലം വരരുത്. അലാ, അറിയണം, ലാ യംനഅന്ന റജുല, ഒരാൾക്കും തടസ്സമാകരുത്. ഹൈബത്തുന്നാസി, നാട്ടിലെ ജനങ്ങളെ ഭയന്നുകൊണ്ട് ഒരിക്കലും തടസ്സമാകരുത്. അൻ യഖൂല ബിഹഖ്ഖിൻ ഇദാ അലിമാ, ഖതീബിന് മിമ്പറിൽ നിന്ന് സത്യം പറയാൻ തടസ്സമാകരുത്. മെഹ്റാബിൽ എഴുന്നേറ്റ് നിന്ന് ഖതീബ് നടത്തുന്ന വാരാന്ത പ്രസംഗത്തില്, ആഴ്ച തോറും നടത്തുന്ന പ്രസംഗത്തില് ആ നാട്ടിലെ തിന്മകളെ പരാമർശിക്കാൻ ആ നാട്ടിലെ നാട്ടുമൂപ്പന്മാര് ഖതീബിന് തടസ്സമാകാൻ പാടില്ല. അത് കരുതണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വന്നില്ലേ? കണ്ട കാര്യം പറഞ്ഞാൽ ഏത് ഖതീബിനാ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ പറ്റുക? എവിടെയും നിൽക്കാൻ പറ്റില്ല. അല്ലെ, പള്ളി പ്രസിഡന്റാ വട്ടിക്കാരൻ, പിന്നെ വട്ടിക്കെതിരെ അവിടെ വയത് പറയാൻ പറ്റുമോ ആ ഖതീബിന്? പള്ളി പ്രസിഡന്റ് വട്ടിക്കാരൻ, എന്നിട്ട് ഇടയ്ക്കൊരു ഏജന്റ് ഇവന്റെ അടുത്തുനിന്ന് സംഘടിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു ചെറുപ്പക്കാരൻ കുടുങ്ങിയപ്പോൾ ഒരു ഹാജി സാഹിബിനെ സമീപിച്ചു. അയാൾ പള്ളി പ്രസിഡന്റാ നാട്ടിലെ. അയാളോട് കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, കുട്ടിയെ അതിനിപ്പോൾ ഒരു വയ്യും ഇല്ലല്ലോ ഇവിടെ, ഇയാൾ നല്ല സമ്പത്തുള്ള ആളാ, എനിക്ക് നിന്നെപ്പോൾ ഒരു 2 ലക്ഷം രൂപ നിന്ന് സഹായിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഇല്ലാഞ്ഞിട്ടല്ല, അയാൾക്കതിന് മനസ്സില്ല. എന്നിട്ട് പറഞ്ഞു, വേണമെങ്കിൽ ഇവിടെ വേറൊരാളടുത്ത് നിന്ന് കിട്ടുമോ, എന്തെങ്കിലും ചില്ലറ ലാഭം കൊടുക്കേണ്ടി വരും, വേറൊരാളടുത്ത് നിന്ന് കൊടുക്കും, ആളെ ഞാൻ പറഞ്ഞുതരാം, ഞാൻ തരാൻ പറഞ്ഞെന്ന് പറഞ്ഞേക്ക്, എന്നാ മൂപ്പര് തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇടയ്ക്കൊരാളെ നിർത്തുക. മൂപ്പര് പ്രസിഡന്റ് ആയതുകൊണ്ട് നേരെ ഈ പണി നടത്താൻ പറ്റാത്തത് കൊണ്ട് എന്നിട്ട് ഇടയ്ക്കൊരാളെ നിർത്തിയിട്ട് അയാളെ കൊണ്ട് സംഗതി നടത്തിക്കുകയാണ്. നടത്തി. അത് ഈ സാധു കൃത്യമായിട്ട് കൊടുത്തു വീട്ടി. ഒരു കൊല്ലം കൊണ്ട് ആ ബാധ്യത തീർത്തു. വലിയ ഒരു പലിശ അടച്ച് ബാധ്യത തീർത്തു. പിന്നെ എന്താ പ്രശ്നം? ഇത് പൊളിഞ്ഞത് എവിടെയാണെന്നറിയാം. ഇയാളും ഏജന്റും തമ്മിൽ പിണങ്ങി, ഇയാളും ഇടനിലക്കാരനും തമ്മിൽ പിണങ്ങി. അപ്പൊ ഇടനിലക്കാരെ ഇയാളെ കണ്ടപ്പോൾ പറഞ്ഞു, അന്ന് ഞാൻ ആ തന്നിരുന്ന പൈസ ആചാര പൈസ കേട്ടോ, അയാൾക്ക് നേരിട്ട് ഈ കുപ്പായിടാൻ പറ്റാത്തതുകൊണ്ട് എന്നെ അതിൻ്റെ ആളാക്കിയതാണ്. അപ്പോഴാണ് സംഗതി പുറത്തു വരുന്നത്. പിന്നെ എങ്ങനെയാ വട്ടിപ്പലിശയെ കുറിച്ച് വയത് പറയാൻ ആ നാട്ടിലെ മുദരിസിന് സാധിക്കുക, ഖതീബിന് പറ്റുക? എല്ലാ സംഗതികളും അങ്ങനെയാണ്. നാട്ടിലുള്ള തിന്മകളെ കുറിച്ച് പറയാൻ ഒരു സ്വാതന്ത്ര്യവും ഇന്ന് ഉസ്താദുമാർക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം വിഴുങ്ങിക്കളയും. അങ്ങനെ ഒരു കാലം വരും എന്നതുകൊണ്ടാണ് നബി പറയുന്നത്, ആ കാലത്ത് നിങ്ങൾ പേടിക്കണം എന്ന് പറയാൻ കാരണം ഇന്നത്തെ പ്രഭാഷണത്തിൽ എല്ലാ അർത്ഥത്തിലും അത് വന്നു കഴിഞ്ഞു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, വകാന ഫീമാ ഖാൽ, നബി തങ്ങളുടെ നീണ്ട പ്രഭാഷണത്തിൽ നബി പറഞ്ഞു, അലാ ഇന്നഹു യുൻസബു ലികുല്ലി ഖാദിരിൻ ലിവാഉ യൗമൽ ഖിയാമ ബിഖദ്രി ഖദ്റതിഹി. അന്ത്യദിനത്തില് ഓരോ വഞ്ചകനും ഓരോ അഴിമതി വീരനും
ഓരോ പതാകകളുണ്ടാകും. ബിഖദ്രി ഖദ്റതിഹി, ഓരോരുത്തരും നടത്തിയ വഞ്ചനക്കനുസരിച്ച്. പള്ളിയുടെ പണം എത്രയാ മുക്കിയത് അല്ലെ? പള്ളിയുടെ പണമെടുത്ത് സെക്രട്ടറി ഭൂസ്വത്തുകൾ വാങ്ങിയിട്ടു, ലക്ഷക്കണക്കിന് രൂപ ബാക്കിയുണ്ടായപ്പോ. എന്നിട്ടോ കൊല്ലാവസാനം കണക്ക് അവതരിപ്പിച്ചപ്പോ കണക്ക് കൃത്യമായി വെച്ചു. കാശുണ്ടോന്ന് ചോദിച്ചു, കാശും കാണിച്ചു, കണക്കും കാണിച്ചു, എല്ലാം റെഡി. പക്ഷേ ആചാര്യ കുറഞ്ഞ കാലം കൊണ്ട് വലിയൊരു മുതലാളിയായി. അപ്പൊ ചോദ്യം ചെയ്തു ആളുകൾ, നിങ്ങൾക്ക് ഇതിനുള്ള സ്രോതസ് എവിടെയാണോ? അപ്പൊ അവസാനം ഇയാളിത് കുടുങ്ങി. എവിടെ കാണിക്കാൻ വേണ്ടേ? പറയണം, സ്രോതസ് തെളിയിക്കണം. അപ്പൊ പള്ളിയുടെ പണം എടുത്തിട്ടാണ് ഭൂസ്വത്തുകൾ വാങ്ങിയിട്ടത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വരുമാനത്തിലുള്ള ലാഭം പള്ളിക്ക് വരണ്ടേ? ഇല്ല, ലാഭം പള്ളിക്കില്ല. അപ്പൊ അയാൾ ചോദിച്ചു, പള്ളിക്ക് 5 പൈസ കുറഞ്ഞോ നോക്കിയാൽ മതി, വേറെ നിങ്ങൾ നോക്കണ്ടായിരുന്നു. പള്ളിക്ക് 5 പൈസ കുറവുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, വേറെ ഉള്ള കാര്യം നോക്കണ്ട. മസ്അല നോക്കുന്നില്ല. ഈ രൂപത്തിലുള്ള അഴിമതി വീരന്മാര് അതാ ഒരു പതാകയും വഹിച്ചുകൊണ്ടാ വരിക. എല്ലാവർക്കും ഉണ്ടാകും പതാക, ഓരോരുത്തരുടെയും അഴിമതിക്കനുസരിച്ച്. അപ്പൊ ചെറിയൊരു സംഘടനയാണെങ്കിൽ, ചെറിയ ഒരു സ്ഥാപനമാണെങ്കിൽ, അതിന്റെ പൊതുരംഗത്ത് പൊതുസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവര്, ഔദ്യോഗിക സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവര് അതിൽ നിന്ന് ചെറുതെന്തെങ്കിലും നുണഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കൊടിയും പിടിച്ചു വരും അല്ലെ? പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മദ്രസയിലെ കുട്ടികളൊക്കെ മീലാദ് ആഘോഷത്തിന്റെ അന്ന് ചെറിയ കൊടി പിടിക്കുന്നത്. അങ്ങനെ ചെറിയ കൊടി ഉണ്ടാകും, വലിയ കൊടി ഉണ്ടാകും, വളരെ വലിയ കൊടിയും പിടിച്ചു വരുന്നവരുണ്ടാകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വലാ ഖദ്റത അഅ്ലമ മിൻ ഖദ്റതി ഇമാമി ആമ്മ. പൊതുഭരണാധികാരി, പ്രധാനമന്ത്രി എന്ന് പറയാ നമ്മൾ, അയാളുടെ വഞ്ചനയേക്കാൾ വലിയ വഞ്ചന വേറെയൊന്നുണ്ടാവില്ല. അയാൾ വഞ്ചന നടത്തിയിട്ടുണ്ടെങ്കിൽ യുർക്കസു ലിവാഉഹു ഇൻദ ഇസ്തിഹി, യുർക്കസു ലിവാഉഹു ഇൻദ ഇസ്തിഹി. പൊതുജനത്തിന്റെ ഇമാമ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാം ഒരു പ്രധാനമന്ത്രി മാത്രമല്ല, അത് ഏറ്റവും വലുത് പറഞ്ഞതാണ്. വാർഡ് മെമ്പർ തൊട്ട് ഇമാമു ആമ്മ എന്ന് പറഞ്ഞാൽ പൊതുജനത്തിന്റെ കാര്യം നോക്കുന്നവൻ. എല്ലാവർക്കും ഇത് ബാധകാണ്. ഏതെങ്കിലും ഒരാളുടെ പണമേൽപ്പിച്ചു, അത് വഞ്ചിച്ചാലും പെടും, ആ പറഞ്ഞതിൽ അത് പെട്ടു. എന്നാൽ പൊതുസമ്പത്ത് കൊള്ളയടിച്ചവൻ, അവന്റെ കൊള്ളയാണ് വലിയ കൊള്ള എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഈ അർത്ഥത്തിൽ രാഷ്ട്രീയക്കാരന്റെ പതാകയെ കുറിച്ച് പറയുന്നു, യുർക്കസു ലിവാഉഹു ഇൻദ ഇസ്തിഹി. അത് അവന്റെ പിന്ദ്വാരത്തിലാണ് സ്ഥാപിക്കപ്പെടുക. പിന്ദ്വാരത്തിൽ ആ പതാകയും കുത്തിയിട്ടാണ് അയാൾ മഹ്ശറിലേക്ക് ഹാജരാക്കപ്പെടുക. അയാളെ കണ്ടാൽ വേറിട്ടങ്ങറിയാം, ഇയാൾ അഴിമതി വീരനാണെന്ന് തിരിച്ചറിയാൻ അയാളുടെ പിന്നാലെ വലിയൊരു കൊടി നാട്ടി വെച്ചിട്ടുണ്ടാകും. പിന്നിൽ പിന്ദ്വാരത്തിലാണത് നാട്ടിവെക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖജനാവുകൾ കൊള്ളയടിക്കുമ്പോൾ കരുതണം, പൊതു ഖജനാവ് കൈകാര്യം ചെയ്യുമ്പോൾ കരുതണം, അതിൽ നിന്ന് 5 കാശ് ഇങ്ങോട്ട് പറ്റിപ്പോകുന്നത് കരുതണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നീണ്ട ഹദീസാണ്, എല്ലാം നമുക്ക് പരാമർശിക്കണമല്ലോ. വകാന ഫീമാ ഹഫിദ്നാ യൗമൈദിൻ, അന്നത്തെ പ്രഭാഷണത്തിൽ ഞങ്ങൾ കാണാതെ പഠിച്ച കൂട്ടത്തിൽ പെട്ടതാണ് ഏറ്റവും നല്ല ഒരു ഹദീസ്, നല്ല ഒരു ഭാഗം. അബൂ സഈദ് അൽ ഖുദരി പറയാൻ, അലാ ഇന്ന ബനി ആദമ ഖുലിഖൂ അലാ തബഖാത്തിൻ ശത്താ. മനുഷ്യ മക്കള് ബനു ആദം ഖുലിഖൂ അലാ തബഖാത്തിൻ ശത്താ, അവർ വിവിധ തട്ടുകളായിട്ടാണ് പടക്കപ്പെട്ടത്. ശഫീഉനാ റസൂലുള്ളാഹി. നബി തങ്ങളുടെ പ്രഭാഷണം എന്ത്, മനുഷ്യർ പലതരക്കാരാണ്. എന്നിട്ട് അതേക്കുറിച്ച് ഇങ്ങ് പറയാൻ, ഫമിൻഹും മൻ യൂലദു മുഅ്മിനൻ വയഹ്യാ മുഅ്മിനൻ വയമൂതു മുഅ്മിനാ. വേഗം വേഗം പറഞ്ഞു പോകാ. മൂമിനായിട്ട് ജനിച്ച്, മൂമിനായിട്ട് ജീവിച്ച്, മൂമിനായിട്ട് മരിക്കുന്നവൻ അല്ലെ? നമ്മൾ കാണുന്ന അധിക ആളുകളുടെയും അവസ്ഥ അതാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ മൂമിനായി ജീവിക്കുന്നു, മൂമിനായി ജനിച്ച്, മൂമിനായി ജീവിച്ച്, മൂമിനായി മരിക്കുന്നു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തി തരട്ടെ. ഈ ഒന്നാമത്തെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ. നമ്മൾ മൂമിനായി ജനിച്ചു, ഇനി മൂമിനായി ജീവിക്കണം, മൂമിനായി മരിക്കണം. അത് രണ്ടിനും നമ്മളൊരു തീരുമാനം എടുക്കണം. എന്നാൽ ഈ കൂട്ടത്തിൽ പെടും. നബി തങ്ങൾ പറഞ്ഞു, വമിൻഹും, ആ കൂട്ടത്തിലുണ്ട്, മൻ യൂലദു കാഫിറൻ വയഹ്യാ കാഫിറൻ വയമൂതു കാഫിറാ.
കാഫിറായി ജനിച്ച് കാഫിറായി ജീവിച്ച് കാഫിറായി മരിക്കുന്നവരുണ്ട്. അതും നമ്മൾ നമുക്കിടയിൽ കാണുന്നുണ്ട്. കാഫിറായി ജീവിച്ച് കാഫിറായി ജനിച്ച് കാഫിറായി ജീവിച്ച് കാഫിറായി മരിക്കുന്നവര്. വമിൻഹും മൻ യൂലദു മുഅ്മിനാ, ആ കൂട്ടത്തിൽ ഒരു ടീമുണ്ട്, അവര് മൂമിനായിട്ട് ജനിക്കും. വയഹ്യാ മൂമിനാ, മൂമിനായിട്ട് കുറെ കാലം അവൻ ജീവിക്കുകയും ചെയ്യും. അവസാനം വയമൂതു കാഫിറാ, കാഫിറായിട്ട് ചത്തുപോകും. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഇത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഒരു ധൈര്യവും പറയാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഈ അവസാനം നന്നാവുക എന്ന് പറഞ്ഞത്. ഹുസ്നുൽ ഖാത്തിമ അല്ലെ, ബറാത്തിരാവിന്റെ അന്ന് ഒരു യാസീൻ അതിനല്ലേ ഹുസ്നുൽ ഖാത്തിമക്ക. അതിന്റെ മഹത്വം ചെറുതല്ല. അവസാനം നന്നായി മരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യ. ആകെ വടക്കായി ജീവിച്ച ഒരാളും അവസാനം നന്നാവുകയാണെങ്കിൽ അയാൾ രക്ഷപ്പെടും. നന്നായി ജീവിച്ച് അവസാനം ചെന്ന് വടക്കായി മരിക്കുന്നവരുണ്ട്, കാഫിറായിട്ട് പോലും മരിക്കുന്നവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. പടച്ചവനെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ഇതിനൊന്നും കൂടുതലൊന്നും വേണ്ട. ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് ചെറിയ ചെറിയ സംഗതികൾ മതി. മുസ്ലിമായ ഒരു മനുഷ്യനോട്, ഞാൻ ആളെ പേരും നാടും പറയുന്നില്ല, പലതും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാ പറഞ്ഞത്. കാരണം അതിൽ നമുക്ക് ഖൈറില്ല. അതുകൊണ്ടാണ് വ്യക്തിയാക്ഷേപമല്ല യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ മൂല്യങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്, തിന്മകളെ കുറിച്ച് പരിചയപ്പെടുത്താൻ. അതിന് വ്യക്തിയുടെ പേര് പറയണ്ട. ഒരു മുസ്ലിം MLA, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു പുതുവിശ്വാസി പോകുന്നു. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, അയാൾ ജദീദാണ്, ഒരു പുതുവിശ്വാസിയാണ്. ഒരാൾ മത്സരിക്കാൻ നിന്നപ്പോൾ അയാൾ പറഞ്ഞു അയാൾ എന്തായാലും തോൽക്കുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാനിങ്ങനെ മുസ്ലിമായ സമയത്ത് എന്റെ കുടുംബത്തിൽ നിന്ന് ശക്തമായ പീഡനങ്ങൾ അനുഭവിച്ചു, ഭയങ്കര വിഷമമായി. ശക്തമായ പീഡനങ്ങൾ വന്ന് ഭയങ്കര വിഷമമുണ്ടായി. അപ്പൊ ഞാന് അതിനൊരു പരിഹാരം എന്ന നിലക്ക് 1-2 ആളുകളുടെ അടുത്ത് പോയി. അന്ന് എന്നോട് പ്രതികൂലമായി പ്രതികരിച്ചത് ഒന്ന് എന്റെ മതത്തിൽപ്പെട്ട ഒരു നേതാവാണ്, രാഷ്ട്രീയ തലത്തിലുള്ള ഒരു നേതാവ്. എന്നാൽ പിന്നെ മറ്റൊന്ന് ഉസ്താദെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ നമുക്ക് വേണ്ടത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച്, എന്നിട്ട് ഒപ്പം ചെന്ന ആളുകളെ കേൾക്കാതെ ഇദ്ദേഹത്തെ പ്രൈവറ്റ് റൂമിലേക്ക് വിളിച്ചത്രേ, ഇങ്ങോട്ട് വരും, രഹസ്യമായിട്ട് ചോദിച്ചത്രേ, എന്തിനാണ് ഈ വയ്യാവേലിക്കൊക്കെ നിൽക്കുന്നത്, നിൽക്കുന്നിടത്തവിടെ നിന്നാ പോരെ ഇനിയൊന്ന് ചോദിച്ചത്രേ. എന്തിനാണ് ഈ വയ്യാവേലിക്കൊക്കെ നിൽക്കുന്നത്, നിൽക്കുന്നിടത്ത് അവിടെ നിന്നാ പോരായിരുന്നു, ഇയാൾ തോറ്റില്ലെങ്കിലേ കഥയുള്ളൂ എന്ന് പറഞ്ഞു. അയാൾ തോൽക്കുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇനിയിപ്പോ ഓരോരുത്തരും ഇങ്ങനെ നിഗമനം ഇടുന്നുണ്ടാവും ആരായിരിക്കും അത്, അയാൾ തോറ്റിട്ടുണ്ടല്ലോ. ഇത് ഇപ്പൊ ഉള്ള കഥയല്ല, ഒരു 6-7 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞ കഥയാണ്. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്ക് പ്രകാരം മുസ്ലിമായ ഒരു മനുഷ്യനോട് എന്തിന് നീ മുസ്ലിമായി വേണ്ടിയിരുന്നോ എന്നൊരു സൂചന കൊടുത്താൽ അന്നേരം കാഫിറാവുന്നു, ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു. നമ്മൾ വിചാരിക്കും പോലെ ഒന്നല്ല, സംഗതി വളരെ കടുപ്പമുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റം പറയുക, മുർത്തദായി പോകുന്ന കാര്യത്തിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എണ്ണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഐബാക്കി സംസാരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, പേടിക്കണം. നബി തങ്ങളെ കൊച്ചാക്കി സംസാരിച്ചാൽ അത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊച്ചാക്കി സംസാരിക്കുന്ന പ്രവണത കരുതണം. അത് എന്തിനെ ചൊല്ലിയാണെങ്കിലും ശരി, റസൂലുള്ളാഹിയുടെ വ്യക്തിത്വത്തെ ചൊല്ലിയുള്ള വിവാദത്തിലാണെങ്കിലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെ സംബന്ധിച്ചുള്ള വിവാദത്തിലാണെങ്കിലും ഒക്കെ കരുതണം. നാക്ക് പൊള്ളും. അതിനെ വിമർശിക്കുന്നവർ പേടിച്ചു വിമർശിക്കണം. ഖാത്തിമത്ത് പേടിക്കപ്പെടണം. അതാണ് സംഗതി. വളരെ ഗൗരവമുള്ളതാണത്, വളരെ ഗൗരവമുള്ള കേസാണ്. ഒരു മഹാൻ ഒരിക്കൽ ഒരു ഹദീസ് വായിക്കുന്നു. ആ ഹദീസിന്റെ താല്പര്യം എന്താണെന്നറിയോ?
ബുധനാഴ്ച നഖം വെട്ടിയാൽ വെള്ളപ്പാണ്ടുണ്ടാകുമെന്നാണ്. അപ്പോൾ ആ മഹാൻ ആ ഹദീസിന്റെ സനദ് ഇങ്ങനെ പരിശോധിച്ചു. സനദ് വേണ്ടത്ര കൃത്യമല്ല എന്ന് കണ്ടപ്പോ ഹദീസ് ലഈഫാണ്. സനദില് കുഴപ്പങ്ങൾ കണ്ടപ്പോ ഹദീസ് ലഈഫാണെന്ന് തീരുമാനിച്ചു. ബുധനാഴ്ച തന്നെ നഖം വെട്ടി, കാലക്കേടിന് വെള്ളപ്പാണ്ടുണ്ടായി. ആ മഹാനങ്ങ് കരയാൻ തുടങ്ങി. കരഞ്ഞ് നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ഒരുപാട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങൾ ചോദിച്ചു, എന്തേ പ്രശ്നം? നബിയേ, ഞാൻ അങ്ങയുടെ ഒരു ഹദീസ് ശ്രദ്ധയിൽപ്പെട്ടു, പക്ഷേ സനദില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിനെ ലഈഫാക്കിയിട്ട് തള്ളിക്കളഞ്ഞു. അത് കാരണം എനിക്കിങ്ങനെ ഒരു ദുരന്തം വന്നു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ ചോദ്യം, അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾ പരമ്പര തെരഞ്ഞപ്പം നിങ്ങൾക്കത് ബോധ്യപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയാലും അതുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ട് അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന സാധ്യത കണ്ട് നിങ്ങൾ അതിനെ ആദരിക്കേണ്ടതായിരുന്നില്ലേ? ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അതല്ലേ വേണ്ടിയിരുന്നത്? എന്തേ അതിന് മനസ്സ് കാണിക്കാതിരുന്നത്? കരഞ്ഞു തൗബ ചെയ്തു, നബിയെ ഇനി സംഭവിക്കൂല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വേദനിക്കണ്ട, ഒന്നങ്ങ് തടവിക്കൊടുത്തു, രോഗം സുഖപ്പെട്ടു. സംഭവങ്ങൾ എഴുതി വെച്ചത് നമുക്ക് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം. തൊട്ടാ പൊള്ളുന്നതില്, നാവ് വെച്ചാൽ നാവ് പൊള്ളിപ്പോകുന്നതില് പെട്ടെന്ന് യഥേഷ്ടം ചെന്ന് അതിലൊന്നും വെറുതെ കൈയിടാനും നാക്കിടാനും നടക്കരുത്. അത് അപകടമാകും, അത് അപകടമാകും. ഇത് കൂട്ടത്തിൽ ഉണർത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനൊക്കെ ആനത്തലയോളം വേണം എന്ന് കരുതി വെക്കണ്ട. ചെറിയ ചെറിയ സംഗതികൾ മതിയാകും, ചെറിയ ചെറിയ സംഗതികൾ മതിയാകും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി റിദ്ദത്തിന്റെ കാരണങ്ങൾ കുറെ എണ്ണുമ്പോ അവിടെ പറയുന്നുണ്ട്, സ്വലാത്തിന് ഒരു ഇബാദത്തിനെ കളിയാക്കിയാൽ, ഒരു ഇബാദത്തിനെ കളിയാക്കിയാൽ ആ ഇബാദത്തിനെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര വരും അല്ലെ? ക്ലാസ്സിന് വരണോ, തറാവീഹ് നിസ്കരിക്കാൻ വരണോ, സ്വലാത്തിന് വരണോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്താ സ്വലാത്ത് കൊണ്ട്, എന്താ നിസ്കാരം കൊണ്ട്, എന്താ ക്ലാസ് കൊണ്ട്, അതുകൊണ്ട് പള്ള നിറയോ എന്ന് ചോദിക്കുന്ന ശൈലി, ഇതൊക്കെ അങ്ങനെ തന്നെയാണ് അവൻ അത് ഉദ്ദേശിച്ചതെങ്കിൽ, അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ സംസാരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പുറത്തായിരിക്കും, പിന്നെ അകത്തേക്കാക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശദീകരണം തേടണം. എന്നിട്ട് ആ വിശദീകരണത്തിൽ അയാൾ മനഃപൂർവ്വം തന്നെയാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അതൊക്കെ പുറത്താക്കുക. അല്ലാതെ പുറത്താക്കിയാൽ ഇന്ന് പുറത്താക്കേണ്ടി വരും, നാളെ യോഗം കൂടി അകത്തേക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാവും. വിശദീകരണം തേടാൻ വേണമെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത്. ഏതാവട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. മുസ്ലിമായി ജീവിച്ച്, മുസ്ലിമായി ജനിച്ച്, മുസ്ലിമായി ജീവിച്ച് കാഫിറായി മരിക്കുന്നവരുണ്ട്. കൂടുതലൊന്നും വേണ്ട. ഈ ഗണത്തില് പ്രധാനമായും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ദുര്യോഗമാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്ലിം ഉമ്മത്തിൽ പെരുകി വരുന്ന ആത്മഹത്യകള്. ആത്മഹത്യ ചെയ്ത് മരിച്ചാൽ കാഫിറായിട്ടല്ലേ മരിക്കുന്നത്? ഭയങ്കര അപകടമല്ലേ? എന്താ മുസ്ലിം ഉമ്മത്ത് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാത്തത്? പഴയ കാലത്തൊക്കെ ആത്മഹത്യയെക്കുറിച്ച് റിപ്പോർട്ട് പത്രത്തിൽ കണ്ടാൽ നമ്മൾ അതിന്റെ അടിക്കുറിപ്പ് വായിക്കണ്ട, നമുക്ക് ഉറപ്പാണ് അത് ഏതോ ഒരു അന്യമതസ്ഥനായിരിക്കും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആത്മഹത്യാക്കുറിപ്പ് വായിച്ചാൽ നമ്മുടെ സമുദായത്തിലുള്ളവർ എത്രയോ അതിലുണ്ട്. മുസ്ലിമായി ജനിച്ച്, മുസ്ലിമായി ജീവിച്ച് അവസാനം എന്തോ ഒരു കാര്യത്തിന്റെ പേരിൽ അല്ലെ, ഉമ്മാനെ പഠിപ്പിക്കാൻ, വാപ്പാനെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ജ്യേഷ്ഠനെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഭർത്താവിനെ പഠിപ്പിക്കാൻ, അമ്മായിമ്മനെ പഠിപ്പിക്കാൻ തൂങ്ങി മരിക്കുക, വിഷം കഴിച്ചു മരിക്കുക, ഇതൊന്നും മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായിരിക്കുകയാണ്. ഉണ്ടാവാൻ പാടില്ല, വളരെ അപകടമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നരകത്തിലാണെന്നല്ല, ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലാണ്, കാലാകാലം നരകത്തിലായിരിക്കും അവൻ എന്ന് ഗൗരവത്തോടു കൂടി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ആത്മഹത്യ ചെയ്ത് മരിച്ചവനെ കുറിച്ച്. അപ്പൊ പിന്നെ ആത്മഹത്യ ചെയ്ത് മരിച്ചവന്റെ കാര്യത്തിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്ന ചർച്ച. നിസ്കരിക്കാൻ പറ്റുമോ? എന്തായാലും പണ്ഡിതന്മാരെ പോലെയുള്ള ആളുകൾ അത്തരം നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കണം.
ഫർള് കിഫായി വീടാൻ ആരെങ്കിലും ഒക്കെ ചെന്നിട്ട് കാര്യം നിർവഹിക്കണം. അതെന്തിനാ? കാഫിറായിട്ടാ മരിക്കാന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അവിടെ ഫർള് കിഫായി വീട്ടണോ എന്നൊരു ചോദ്യമുണ്ട്. അതെ, ഒരു സാധ്യത വെച്ചിട്ടാണ് ഫിഖ്ഹ് ഇങ്ങനെ പറയുന്നത്, ഒരു സാധ്യത മുന്നിൽ വെച്ചിട്ട്. അതെന്താ? മാനസിക നില എപ്പോഴും തെറ്റാം. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒന്നും അയാൾക്കൊന്നുമില്ല, നേരം വെളുത്തപ്പോൾ തൂങ്ങിയിരിക്കുന്നു. പക്ഷെ ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറാം, നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അപ്പൊ മാനസിക നില തെറ്റിയിട്ട് അയാളിൽ നിന്ന് ഇങ്ങനെ ഒരു അവിവേകം സംഭവിച്ചാണെങ്കിൽ അയാൾ കുറ്റക്കാരനല്ല, മുക്കല്ലഫല്ലല്ലോ, അയാള് മജ്നൂനായി കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു സാധ്യത വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെ ആ കൂട്ടത്തിലാണുള്ളതെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും. അത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ആ ബാധ്യത നിർവഹിക്കാൻ ആരെങ്കിലും കുറച്ച് ആളുകൾ, എന്നാലും അതിൽ ആലിമീങ്ങളെ പോലുള്ള ആളുകളൊക്കെ മാറി നിൽക്കണം. മാതൃകയാകേണ്ടവർ, മറ്റുള്ളവർക്ക് മാതൃകയാകുന്നവർ ചെയ്യരുത്. മറ്റൊരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നരുത്. ആ രൂപത്തിലുള്ള നീരസം പ്രകടിപ്പിക്കണം. അതാ വേണ്ടത്. ഇത് ഈ കൂട്ടത്തിൽ നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. ഇങ്ങനെ കാഫിറായി മരിച്ചു പോകുന്നവർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങൾ നാം ഉദാഹരണം പറഞ്ഞെങ്കിൽ അതിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇനിയുമുണ്ട് എത്രയോ. നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം. വമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട് മയ്യൂലദു കാഫിറാ, കാഫിറായി ജനിക്കും, വയഹ്യാ കാഫിറ, കാഫിറായി തന്നെ ജീവിക്കും, വയമൂതു മുഅ്മിനാ, മുഅ്മിനായിട്ട് മരിക്കും. എത്ര പുതുവിശ്വാസികള് നമ്മളെക്കാൾ തിളക്കമുള്ള ഈമാനുമായി അവസാനം അവർ മരിച്ചു പോകുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 60 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. ആദ്യകാല ജീവിതങ്ങൾ കേട്ടാൽ മഹാചടപ്പാണ്. ഒരു ഭാഗത്തുകൂടെ, എവിടെ ഏതെങ്കിലും ഭാഗത്തുകൂടെ അയാൾ യാത്ര ചെയ്താൽ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ണിൽപ്പെട്ടാൽ ആ വീട്ടിൽ കയറി ചെന്നിട്ട് പറയും, ഇവളെന്റെ ഭാര്യയാണ് എന്ന് പ്രഖ്യാപിക്കാൻ. മറുത്ത് പറയാൻ അവിടെ കയ്യൂക്കുള്ള ആങ്ങളമാർക്കോ ഉപ്പമാർക്കോ ധൈര്യം ഉണ്ടാകൂല. ഉണ്ടായാൽ ദിഹിയത്തുൽ കൽബിയുടെ പിറകിലുള്ള 600ഓളം വരുന്ന ഗുണ്ടാ സംഘങ്ങൾ നിരത്തിക്കളയും. അവിടെയാണ് റസൂലുള്ളാഹ് ഈ പ്രൗഢിയിൽ ഇവനിങ്ങനെ നടക്കുകയാണ്. അപ്പോഴാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, വണ്ണം വെച്ച് ഇവനിങ്ങനെ നടക്കുമ്പോ റസൂലുള്ളാഹി ഒരിക്കൽ ദുആരന്നു, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബിദിഹിയത്തുൽ കൽബി. ഈ ദിഹിയത്തുൽ കൽബിക്ക് എന്തൊരു ഇസ്സത്താണ്! ഇത് ദുന്യാവിന്റെ ഇസ്സത്ത്, ദുന്യാവിന്റെ പ്രൗഢിയും അന്തസ്സും ഒക്കെ ഉണ്ട് ജനങ്ങളുടെ വീക്ഷണത്തിൽ. പടച്ചോനെ, ഇയാൾ മുസ്ലിം ആവുകയാണെങ്കിൽ ഇതൊക്കെ ഇസ്ലാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൂടായിരുന്നോ? ഇയാളുടെ ആജ്ഞാശക്തി, ഇയാളുടെ ആജ്ഞാ പവർ, അതൊക്കെ ഇസ്ലാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പഴയ ശീലങ്ങളൊക്കെ തിരുത്തി അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം. നബി മോഹിച്ചു, അയാൾ കടന്നു വരുന്നു. വലിയ കഥയാണ്, ഞാൻ ആ കഥ പറയുന്നില്ല. അവസാനം ആ മനുഷ്യനെല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു. ഒരുപാട് മക്കളെ അയാൾ കൊന്നിട്ടുണ്ട്. റസൂലുള്ളാഹിനോട് പറഞ്ഞു, 70ഓളം മക്കളെ ഞാൻ കൊന്നിട്ടുണ്ട്. എനിക്ക് ജനിച്ച പെൺമക്കളെ 70ഓളം മക്കളെ ഞാൻ കൊന്നിട്ടുണ്ട്. 70 പെൺമക്കളോ ഉണ്ടാവാ, കാരണം എല്ലാ വളവിലും തിരിവിലും ഇയാൾക്ക് പെണ്ണുങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ആ 70ഓളം മക്കളെ കൊന്നുകളഞ്ഞ കഥ പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ കാര്യത്തിൽ ഒന്ന് ആലോചിക്കണം. അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബലാന്ന് തങ്ങളെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. നബിയേ, എനിക്കല്ല പൊറുക്കോന്ന് ചോദിച്ചപ്പോ നിന്റെ കാര്യത്തിലൊന്ന് ആലോചിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഈ മനുഷ്യനങ്ങ് കരഞ്ഞു, പടച്ചോൻ എന്നോട് പൊറുക്കൂലേ? അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ പറഞ്ഞയക്കുന്നത്. ജിബ്രീൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, അല്ലാഹ് നിങ്ങളോട് ചോദിക്കാൻ, ആ മനുഷ്യന്റെ 60 കൊല്ലത്തെ കുഫ്രിയത്ത് അല്ലാഹ് പുറത്തില്ലേ? ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിരോധിയായിരുന്നില്ലേ? അതൊക്കെ അല്ലാഹ് പുറത്തു കൊടുത്തില്ലേ? അയാൾ 60 കൊല്ലം ചെയ്ത മുഴുവൻ തമ്മാടിത്തങ്ങളും പുറത്തു കൊടുത്തില്ലേ? ആ കൂട്ടത്തിൽ അയാളുടെ ഒരു 70 മക്കളെ കൊന്നതും പുറത്തു കൊടുക്കാൻ പടച്ചവന് കഴിയാതിരിക്കില്ല. അത് അല്ലാഹു ചെയ്യുമെന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങ് പറയുമ്പോ ബഹുമാനപ്പെട്ടവര് സന്തോഷപൂർവം കണ്ടാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതങ്ങ് പറഞ്ഞപ്പോ നബി തങ്ങളെ കെട്ടിപ്പിടിച്ച് പിന്നെയും കരയുന്നു. കരയല്ല ദിഹിയ,
ദിഹിയ മുസ്ലിമായി. അതിനുശേഷം അതാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിലായിരുന്നു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പോലും അവതരിക്കാറുണ്ടായിരുന്നത് എന്ന് നമുക്ക് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അത്ര നല്ല മനുഷ്യനായി ആള്. കാഫിറായി ജനിച്ചു, കാഫിറായി ജീവിച്ച് ഒരുപാട് കാലം എന്തൊക്കെയോ ചെയ്തു കൂട്ടി. അവസാനം വയമൂതു മുഅ്മിന, നല്ല കാലവുമായിട്ട് മരിച്ചു പോകുന്നു. അള്ളാഹു നല്ല നിലക്ക് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മളിപ്പം മുസ്ലിമായി ജനിച്ചു, മുസ്ലിമായി ജീവിച്ചു, ഇങ്ങനെ പോരാണ്. ഇനി മുസ്ലിമായി മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു തരട്ടെ. അള്ളാഹുവേ നീ തരണേ അള്ളാഹ്. ഇത് വലിയ വിഷയമാണ്. ഹുസ്നുൽ ഖാത്തിമ, ഹുസ്നുൽ ഖാത്തിമ. എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനേക്കാളും ദുആ ചെയ്യേണ്ടത് അവസാനം നന്നാക്കി തരണേ എന്നാണ്. അതുകൊണ്ടാണ് ഹദ്ദാദ് റാത്തീബിൽ എല്ലാ സംഗതിയും ഉണ്ടെങ്കിലും എല്ലാ സംഗതിയും ഹദ്ദാദ് റാത്തീബിനകത്തുണ്ട്. ഹദ്ദാദ് റാത്തീബിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. 13 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം. ഹദ്ദാദ് റാത്തീബിന്റെ വ്യാഖ്യാനമാണ്. അതിലെ 17 ദിക്റുകളുടെ വ്യാഖ്യാനം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ഒരു പേരക്കുട്ടിയുടെ വ്യാഖ്യാനം മുമ്പിൽ വെച്ചുകൊണ്ട് നടത്തിയതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിൽ 3 വട്ടമുള്ള ദിക്റ്, 4 വട്ടമുള്ള ദിക്റൊക്കെയാ അല്ലെ? 3 വട്ടമാണ് അധികവും. ഒന്ന് 4 വട്ടം, ഒന്ന് 7 വട്ടം. 7 വട്ടമുള്ളത് ഏതാ? യാദൽ ജലാലി വൽ ഇക്റാം അബിത്നാ അലാ ദീനിൽ ഇസ്ലാം. അത് 7 വട്ടാണ്. 7 എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു എണ്ണമാണ്. ഇസ്ലാമിൽ ഒരുപാടെണ്ണം 7കളുണ്ട്. ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാവുസ്താദ് അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് സമാഹരിച്ചൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ബുസ്താനു സബ്ആ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. 7 കാര്യങ്ങൾ വരുന്ന ഒരുപാട് കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ബുസ്താനു സബ്ആ എന്നാണ് അതിന്റെ പേര്. സപ്തങ്ങളുടെ മലർവാടി, 7കളുടെ മലർവാടി എന്ന അർത്ഥത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. 7 കുറെ കാര്യങ്ങളുണ്ട്. 7 ഒരു പൂർണ്ണമായ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ 7 വട്ടം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം എന്ന ദിക്റ് ഞങ്ങളെ ദീനുൽ ഇസ്ലാമിൽ മരിപ്പിക്കണേ. അത് 7 വട്ടാക്കാൻ കാരണം ഈ വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ടാണെന്ന് പറയുന്നു.